ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് കോയിൻ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്യാണ്. ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്താലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിലും നമ്മൾ ആ ബ്രഷിൻ്റെ ഒരു ലൈനൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത്. ഞാനെപ്പോഴും ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാതെയാണ് ചെയ്യുന്നത്. പക്ഷേ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. നിങ്ങളപ്പോൾ അതിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കോയിൻസാണ് എടുത്തിരിക്കുന്നത്. ആ കോയിൻ ഞാൻ ഇതിലേക്ക് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 15 രൂപയുടെ കോയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഒരു കയറ് ഞാൻ കെട്ടിക്കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കയറോ അല്ലെങ്കിൽ ചരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കെട്ടിക്കൊടുക്കാം. അല്ലാതെ അവിടെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാതെ പ്ലെയിനായിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാനത് ഫുള്ള് മൊത്തത്തിൽ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ചരട് ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുപ്പിയിൽ ഇത് ഒട്ടിച്ചെടുത്തിട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ. അത് നിങ്ങൾ ലാസ്റ്റ് ലുക്ക് നിങ്ങൾ ആദ്യത്തെ കണ്ടല്ലോ, ലാസ്റ്റ് ലുക്ക് നിങ്ങളൊന്ന് കാണണം. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ അതുകൊണ്ട് ഒട്ടിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നോർമൽ ചരടാണ്. ഇത് നമ്മുടെ കയ്യിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ചരടാണ്. ഇത് 2 രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് നമ്മൾ കോയിൻ ഒട്ടിക്കേണ്ട നീളത്തിനനുസരിച്ച് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ സെൻട്രൽ പോർഷനിൽ ഒരു ചരട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലെങ്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇത്രയും ലെങ്തിനാണ് ഒട്ടിക്കുന്നത്. നമുക്ക് താഴത്തെ സൈഡ് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. അവിടെ നമുക്ക് വേറെ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ത്രെഡ് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കുറച്ച് റിച്ചായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. കാരണം നമ്മൾ പൈസയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൈസ ഒട്ടിക്കാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കാർഡ്ബോർഡ് ബോക്സ് ഇങ്ങനെ കാർഡ്ബോർഡ് നമുക്കിങ്ങനെ വട്ടത്തിന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. ഞാൻ കുറച്ച് റിച്ച് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതേ ഉള്ളൂ. ചുമ്മാതാണ്. ഞാൻ ഈ കാർഡ്ബോർഡ് വെട്ടാനുള്ളൊരു മടി കാരണം ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ത്രെഡ് മൊത്തത്തിൽ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ചരടില്ലെങ്കിൽ എന്ത് ചരടായാലും മതി, വെള്ള ചരടായാലും മതി, എന്ത് ചരടാണെങ്കിലും മതി. കട്ടിയുള്ളൊരു ചരട് വേണമെന്നേ ഉള്ളൂ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ സാധനം മേടിക്കുമ്പോൾ ഒരു ചണം കണക്കത്തൊരു സാധനം കിട്ടും. അതാണെങ്കിലും മതി. നമ്മളിതിൻ്റെ മേലെ കൂടെ നമ്മൾ എന്തായാലും പെയിൻ്റ് അടിക്കും. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ 1-2 പ്രാവശ്യം 2-3 ചരടിങ്ങനെ ഒട്ടിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു മരത്തിൻ്റെ ശിഖരം പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് വളച്ച് വെച്ചിരിക്കുന്നത്. ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഉണക്കിയെടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. ടിഷ്യൂ പേപ്പർ ഇല്ലാതെ നമുക്ക് അല്ലാതെ വേണമെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് എടുത്തപ്പോഴത്തേക്ക് എനിക്കത് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. പെയിൻറ്റ് നല്ലതുപോലെ പിടിച്ചെന്നൊക്കെ തോന്നി. ഇനി നമ്മൾ ഓരോരോ കോയിൻസ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കോയിൻ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 1 രൂപയുടെ 2 രൂപയുടെ തുട്ടുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിത് പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പല വലിപ്പത്തിലുള്ള ചില്ലറയായിപ്പോയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇത്രയും ചില്ലറയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വെച്ച് ഒട്ടിച്ചത്. അപ്പോൾ നമ്മളിത് എല്ലാം നല്ലതുപോലെ പെറുക്കി ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോരോ ശിഖരം പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നോരോന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണ്ട. ഫൈനൽ ലുക്ക് നല്ല രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളും വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ സമയം പോയി കിട്ടും. നമ്മുടെ റൂമിലൊക്കെ വെക്കാൻ നമുക്കൊരു അടിപൊളി ഒരു സാധനവും കിട്ടും. അപ്പോൾ നമുക്കിതിങ്ങനെ നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ മേലെ കൂടി ഞാൻ ഒട്ടിക്കുന്നുണ്ട്. കാരണം എൻ്റെ കുപ്പി അത്ര വീതിയില്ലാത്തൊരു കുപ്പി ആയതുകൊണ്ടാണ് ഞാൻ മേലെ കൂടി ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഒരെണ്ണം മേലെ കൂടെ കൊടുക്കാം. ഒന്ന് ഞാൻ മേലെയും കൂടി ഒട്ടിക്കുകയാണ്. ഒന്ന് ഇളകി പോകുമെന്ന് പേടിക്കാൻ വേണ്ട കേട്ടോ. ഇതൊന്നൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഇളകി പോകാതെ അങ്ങനെ ഇരുന്നോളും. ആദ്യം ഒട്ടിക്കുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉരുട്ടി വെച്ചിരിക്കുന്നത് ഞാനെടുത്ത ടിഷ്യൂ പേപ്പറിൻ്റെ അതേ ഇതാണ് ഞാൻ കുറച്ചായിട്ട് ഇവിടെ ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഒരു രണ്ട് പേപ്പർ ഇങ്ങനെ കീറിയിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കോയിനെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് തീർത്തു. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ താഴെയായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു മരം നിൽക്കുന്ന ഒരു ലുക്ക് കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാം. ഞാനപ്പോൾ അത്രയും ഭാഗം മാത്രം കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്രയും ഭാഗം കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പർ ഫുൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് എല്ലാ ടിഷ്യൂ പേപ്പറും ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ തന്നെ മതി കേട്ടോ. ഫെവിക്കോൾ തേച്ചിട്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത്. ഫെവിക്കോളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ടിഷ്യൂ പേപ്പർ ഭയങ്കര ആകൃതിയിലൊന്നും വേണമെന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ പെയിൻറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്കത് കാണാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചുരുട്ടിയെടുത്താൽ മതി. അപ്പം ഞാനിത് ഫുള്ള് കവർ ചെയ്യാണ് ടിഷ്യൂ പേപ്പർ വെച്ച്. കുറച്ചും കൂടി ഫെവിക്കോൾ തേച്ചെടുക്കാം. ഫെവിക്കോൾ കഴിഞ്ഞു. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. ലാസ്റ്റ് ടിഷ്യൂ പേപ്പറും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ള ഗ്യാപ്പിൽ ഞാനത് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ വെച്ചാൽ തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ. നിങ്ങൾ വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, പക്ഷേ ആരും തട്ടിയിട്ട് പൊട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിത് ബാക്കിയുള്ളതും കൂടി ഒന്ന് കുറച്ചും കൂടി ടിഷ്യൂ പേപ്പർ ഞാൻ അതും കൂടി ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ഒരുവിധം തുടങ്ങിയായിരുന്നു, എന്നിട്ടാണ് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്ലാക്ക് പെയിൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്ലാക്ക് പെയിൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പം മറ്റേ നമ്മൾ വിൻഡോയിലൊക്കെ അടിക്കുന്ന ആ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. 68 എന്തോ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഉണങ്ങാൻ പാടാണെങ്കിലും പക്ഷേ നല്ല ഒരു ടെക്സ്ചറിൽ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഇതെല്ലാം പെയിൻറ്റ് അടിച്ചിട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ നല്ലതുപോലെ നമ്മളെല്ലാത്തിലും പെയിൻറ്റ് അടിക്കുക. 1-2 തവണ നമ്മൾ അടിക്കേണ്ടി വരും. ഒരു 2 കോട്ട് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും. കാരണം ഈ കോയിൻ്റെ മേലൊക്കെ നമ്മൾ എത്ര അടിച്ചാലും ഒരു ഇതിൻ്റെ ലൈൻ അതിനകത്ത് കാണാൻ പറ്റും. അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിൻ്റെ മേലെ നമ്മൾ ഒരു ഗോൾഡിൻ്റെ ടച്ച് കൊടുക്കും. അപ്പോൾ അതാണ്, അടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പെയിൻറ്റ് അടിച്ചു. നമുക്ക് താഴേക്കും കൂടെ നല്ലതുപോലെ പെയിൻറ്റ് അടിക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഫുള്ള് നമുക്ക് കവർ ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പർ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഇച്ചിരി സമയമൊക്കെ എടുത്തൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുക. കയ്യിൽ നമ്മൾ ഈ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പിടിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇത് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ മണ്ണെണ്ണയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ തുടച്ച് കളയേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് അക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അക്രിലിക് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതെടുത്ത് ഉപയോഗിച്ചത്. അപ്പം നമുക്കിത് കണക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഒരുവിധം ഞാനെല്ലാം പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കറുത്ത പെയിൻറ്റെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളിതിലേക്ക് ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കോയിനിൽ ഞാൻ അടിച്ചു പോയി, ക്യാമറ പിന്നെ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പം ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിച്ചതിലും ആ ത്രെഡിലും നമ്മളിപ്പോൾ ഗോൾഡൻ പെയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമുക്ക് ഗോൾഡൻ പെയിൻറ്റ് മൊത്തത്തിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പം പറ്റാതെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്തിരി വൃത്തിയായിട്ടിരിക്കും. ഞാൻ അടിച്ചതിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറ്റി. നമ്മൾ കോയിൻ്റെ മേലെ എത്ര പെയിൻറ്റ് അടിച്ചിരുന്നുണ്ടെങ്കിലും ആ ഒരു ബ്രഷിൻ്റെ ഒരു ടെക്സ്ചർ അതിൽ കാണാൻ പറ്റും. ഞാനിപ്പം ആ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഈ ഗോൾഡൻ പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എന്തായാലും വെക്കണം. അക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതി. ഞാൻ മറ്റേ നോർമൽ പെയിൻറ്റ് അടിച്ചതുകൊണ്ടാണ് ഒരു ദിവസം ഫുള്ള് വെച്ചത്. പിന്നെ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളും, പക്ഷേ കോയിനകത്തൊന്നും പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്ക് അതൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇനി ആ ത്രെഡ് നമ്മൾ കൊടുത്തില്ല, ആ ത്രെഡിലും കൂടി നമ്മളൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കും. ഞാൻ ത്രെഡ് അങ്ങനെ ബ്ലാക്കായിട്ട് വിടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വീണ്ടും എനിക്കൊരാഗ്രഹം അതും കൂടി ഒന്ന് ഗോൾഡൻ ആക്കിയേക്കാം എന്ന്. ഞാൻ അതും കൂടി ഒന്ന് ഗോൾഡൻ പെയിൻറ്റ് അടിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. പക്ഷെ എന്തായാലും അവസാനം കുപ്പി നല്ല പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾ ഇതണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡെക്കറാണ്. നമുക്ക് വെറും 15 രൂപയെ നമുക്ക് ചിലവ് വരുള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.